പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഈ സന്ധ്യായാമത്തിങ്കൽ ദൈവിക പാദപീഠത്തിൽ നമുക്കൊന്നിച്ച് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഈ ഭൂപരപ്പിലൊരവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ റോസ് ഫാമിലിയിൽപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഒപ്പം ഈ പ്രെയർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വാത്സല്യ കുടുംബവും റോസലിൻ ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസി പ്രിയ റോസലിനുമായി ഞങ്ങളുടെ ചെറിയ പ്രായം മുതൽ ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും ഒന്നിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാനൊക്കെ ദൈവം അവസരങ്ങളെ നൽകിയിട്ടുണ്ട്. കൃപയാൽ കാലാകാലങ്ങളിലായി ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഈ മഹത്വമുള്ള ശുശ്രൂഷയിൽ ദൈവം ഞങ്ങളെ ആക്കിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പ്രവർത്തനത്തെ ദൈവം ഉത്തരവാദിത്തം പുരോഗമനങ്ങളിലേക്ക് ദൈവം നടത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ സന്ധ്യായാമത്തിൽ ഈ ലൈവിലൂടെ അല്പനിമിഷം ദൈവവചനം ശുശ്രൂഷിക്കണമെന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി എന്നോട് പറയുവാനിടയായി. വളരെ ആത്മഭാരത്തോടെ അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അനേകരെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന പ്രിയ സഹോദരിയുടെ ആത്മാർത്ഥതയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രെയർ ഗ്രൂപ്പാണ് ഈ റോസ് ഫാമിലി എന്ന് എനിക്ക് അറിയുവാൻ ഇടയായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലും എൻ്റെ പല വിഷയങ്ങൾ ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പിൽ പറയുകയും ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ആ വിഷയത്തിനൊക്കെ ദൈവം മറുപടി നൽകുവാനും ഇടയായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രെയർ ഗ്രൂപ്പാകയാൽ പ്രാർത്ഥനയെക്കുറിച്ച് ഈ സന്ധ്യായാമത്തിൽ ദൈവം നൽകിയ ആലോചനകൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്കൊന്നിച്ച് ദൈവവചനം ചിന്തിക്കേണ്ടതിന് ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. ഈ വേദഭാഗം എന്നെ വളരെയധികമായി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. കാരണം കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ അത് കേൾക്കുകയും അതിന് മറുപടി തരികയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, നിങ്ങളിനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നിരന്തരം വേദനപ്പെടുന്ന, നിരന്തരം ഭാരപ്പെടുന്ന വിഷയങ്ങളുമായി ഇരിക്കുന്ന പല ആളുകളുണ്ട്. അവരുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ ഇനി കരയേണ്ട ആവശ്യമില്ല,
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ കണ്ണുനീരിന്, നിങ്ങളുടെ നിലവിളിക്ക് മറുപടി ലഭിച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറയാനുണ്ടെങ്കിൽ ആ കരയുന്നവർക്ക് അതൊരാശ്വാസമാണ്, അത് ഒരു സന്തോഷമാണ്. ഇന്നേ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവമക്കളെ, നമ്മളൊക്കെ പല വിഷയത്തിൽ വേദനപ്പെടുകയും ഭാരപ്പെടുകയും ഞെരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്ന ആളുകളെ നമുക്ക് വളരെ ബഹുമാനമാണ്. നാം അവരെ സ്നേഹിക്കും, നാം അവരെ കരുതും. കാരണം അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ ധൈര്യപ്പെടുത്തുവാൻ എല്ലാവരെയും കൊണ്ടും കഴിയുകയില്ല. എന്നാൽ മനുഷ്യർക്ക് സഹായിക്കാൻ കഴിയാത്ത ചില മേഖലകളിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ ഗവൺമെൻറ്റിനോ നമ്മുടെ സ്വന്തക്കാർക്കോ നമ്മുടെ ചാർച്ചക്കാർക്കോ രക്ഷിക്കാൻ കഴിയാത്ത മേഖലകളിൽ ഒരാളിറങ്ങി വന്ന് ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷങ്ങൾ തോന്നാറുണ്ട്. അങ്ങനെ എല്ലാവരും കൈവിട്ട സ്ഥാനത്ത് നമ്മളെ രക്ഷിക്കുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അത് സർവശക്തനായ ദൈവം മാത്രമാണ്. ആ വലിയവനായ ദൈവമാണ് പറഞ്ഞത്, നിങ്ങളിനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. നിലവിളിച്ച അനേകരെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേകരുടെ കരച്ചിലുകൾ, അവിടെയൊക്കെ വിഷയങ്ങൾക്ക് വലിയവനായ ദൈവം മറുപടി കൊടുത്തതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 20ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം കുടിച്ചാലും നിൻ്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. അല്പം കൂടെ വ്യക്തമായി പറയുകയാണ്, നീ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം കുടിച്ചാലും നിൻ്റെ ഉപദേഷ്ടാവ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. അനേകര് മറയും, അനേകർ കണ്ടും കാണാതെയും കേട്ടും കേൾക്കാതെയും കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവ പൈതലേ, ആരെല്ലാം കൈവിട്ടാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളം മാത്രം നീ കുടിച്ചാലും നിനക്കൊരു ഉപദേഷ്ടാവുണ്ടെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവമക്കൾ മനസ്സിലാക്കിയ നിങ്ങൾക്കിന്ന് പകൽക്കാലം ധൈര്യപ്പെടുവാനായിട്ട് കഴിയും. നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യേശുവും തൻ്റെ ശിഷ്യന്മാരും അവരെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റുകളും കോളുകളും തിരമാലകളും അലയടിച്ചു. അവർ അതിനകത്ത് കടന്ന് നിലവിളിക്കുവാനായി തുടങ്ങി. അവരുടെ നിലവിളിയെങ്കിൽ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ശിഷ്യന്മാരെല്ലാവരും അതിനകത്തുണ്ട്. തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്തേണ്ടവർ തമ്മിൽ സംസാരിക്കാതെ അവർ നിലവിളിക്കുകയാണ്. അവർ നിലവിളിച്ചപ്പോൾ യേശുവിനെ അവരുണർത്തി. യേശു എഴുന്നേറ്റ് ആ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. എന്നാൽ അവര് കാറ്റും കോളും കണ്ട് ഭയപ്പെട്ടപ്പോൾ എൻ്റെ യേശു ആ കാറ്റിനെയോ കടലിനെയോ കണ്ട് ഭയപ്പെട്ടില്ല, മറിച്ച് ആ ശിഷ്യന്മാരുടെ വിശ്വാസത്തെ താനൊന്ന് അളക്കുകയായിരുന്നു. പ്രതികൂലങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കർത്താവ് നോക്കുന്നത് നമ്മുടെ വിശ്വാസത്തെയാണ്. നാം പലപ്പോഴും പ്രകൃതിയെ നോക്കി ഭയപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കുക, നീ എന്തിനെക്കുറിച്ച് വ്യാകുലപ്പെടുമ്പോൾ ഭാരപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് നോക്കുന്നത് കാറ്റിനെയും കടലിനെയുമല്ല, നിന്നിലുള്ള വിശ്വാസത്തെയാണ്. നമ്മിലുള്ള വിശ്വാസം കർത്താവ് കാണാനിടയാകട്ടെ. അതാ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകത്തില്ല എന്ന വചനത്തിൽ പറയുന്നതിൻ്റെ കാര്യം വിശ്വാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. മറ്റ് നമ്മൾ കാണുന്നത്, നമ്മൾ കാണുന്നതല്ല യേശു കാണുന്നത്. പള്ളിപ്രമാണിയുടെ വീട്ടിൽ യേശു ഇരിക്കുമ്പോൾ യേശു ഒരു രോഗിയെ സൗഖ്യമാക്കി. പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു, ഇന്ന് ശബത്തല്ലേ, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാൽ എൻ്റെ യേശു ശബത്തിനെ അല്ല നോക്കിയത്. എൻ്റെ യേശു നോക്കിയത്
ആ രോഗിയുടെ ആവശ്യത്തെയാണ്. ഇന്ന് പകൽക്കാലം ഈ സന്ധ്യായാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ആവശ്യം അറിയുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. എല്ലാവരും ഉള്ള സാഹചര്യത്തിൽ അവരിട്ടപ്പോൾ ഒരു വിധവ സ്ത്രീ 2 വെള്ളിക്കാശിട്ടു. മനുഷ്യരെല്ലാവരും ഇട്ടവരും ഉള്ളവരെ നോക്കിയപ്പോൾ ഇല്ലായ്മ കണ്ടവനാണ്, ഇല്ലാത്തവരുടെ അവസ്ഥ കണ്ടവനാണ് നാം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. മറ്റൊരു ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാർ അവരെല്ലാവരും നടന്നുപോയപ്പോൾ ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നു. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ പറഞ്ഞു, ഇവൻ കതിര് പറിച്ചു തിന്നുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ യേശു അതിനെയല്ല, ശവത്തിനെ ഒന്നും അല്ല നോക്കിയത്, പരീശന്മാരെ അല്ല നോക്കിയത്, ശിഷ്യന്മാരുടെ ആ വിശപ്പിനെയാണ് നോക്കിയത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, മറ്റുള്ളവർ കാണുന്നതല്ല യേശു നമ്മെക്കുറിച്ച് കാണുന്നത്. യേശു പാപികളോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ പരീശന്മാരും മറ്റുള്ള ആളുകൾ പറഞ്ഞു, ഇവൻ പാപികളോടുകൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ യേശു പാപികളെയല്ല കണ്ടത്, യേശു അവരുടെ സ്നേഹത്തെയാണ് കണ്ടത്. യേശു അവരെ സ്നേഹിച്ചു. ഇന്ന് ഈ സന്ധ്യായാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരി സഹോദരങ്ങളോട്, മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യർ പലതും നമ്മെ കുറിച്ച് പറയുമ്പോൾ, നാം പലതും കാണുമ്പോൾ, നമ്മളും മറ്റുള്ളവരും കാണുന്നത് പോലെയല്ല യേശു നമ്മെ കാണുന്നതും നമ്മെ അറിയുന്നതും. നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്നവനോട് പറയാണ്, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും നീ കുടിച്ചാലും നിനക്കൊരു ഉപദേഷ്ടാവുണ്ട്. ലോകം നിന്നെ വിധിക്കുന്നത് പോലെയല്ല, ലോകം പറയുന്നത് പോലെയല്ല എനിക്ക് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാക്തത്വം. നമ്മുടെ കർത്താവ് മനസ്സലിയുന്ന കർത്താവാണ്. സ്തോത്രം. മനസ്സലിയുന്ന ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് പ്രാർത്ഥിക്കുന്നവൻ കടന്നു വരുന്നത്. നമ്മൾ പ്രത്യേകാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അതിനുവേണ്ടി തന്നെ ഒരു വാട്സപ്പ് ക്രമീകരിച്ച് വാത്സല്യ സഹോദരി കുടുംബം അനേകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, മനസ്സറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ താഴ്ത്തി പരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് മറുപടി ഉറപ്പായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ എത്ര വലുതാണെങ്കിലും, എത്ര പ്രയാസമേറിയതാണെങ്കിലും, എത്ര കാഠിന്യമേറിയതാണെങ്കിലും, പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ വരുന്ന വിഷയം കർത്താവ് കാണുന്നു. സ്തോത്രം. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 5-ാമത്തെ വാക്യം, അത് ഇവിടെ വേദഭാഗത്തിൽ എഴുതപ്പെട്ട ഒരു ഭാഗം ഞാനിവിടെ വായിക്കുകയാണ്. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇവിടെ ഈ വേദഭാഗം വളരെ ചെറിയ പ്രായം മുതൽ കഥ പോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. ഇവിടെ വായിക്കുന്നത്, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കണം. കാരണം അവളുടെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ ആ നാട്ടിലുള്ള ആർക്കും കഴിയത്തില്ല, ആരും അതിനടുക്കത്തുമില്ല. പരിഹാരം കാണാതെ ഇരുന്നപ്പോൾ ആ നാട്ടിലെ ന്യായാധിപൻ്റെ അടുക്കൽ ആ വിധവയായ സ്ത്രീ, ദരിദ്രയായ സ്ത്രീ, ആരും സഹായമില്ലാത്ത, ആരും മൈൻഡ് ചെയ്യാത്ത, ആരും ഗവനിക്കാത്ത, ആരാലും മാനിക്കപ്പെടാത്ത, ആരും സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒറ്റപ്പെട്ട അനുഭവത്തിൽ നിന്നും അവൾ വന്ന് അവളുടെ വിഷയങ്ങൾ ന്യായാധിപനോട് പറയുകയാണ്. ന്യായാധിപനോട് പറഞ്ഞപ്പോൾ പല പ്രാവശ്യം വിഷയങ്ങൾ തള്ളിക്കളഞ്ഞു, പല പ്രാവശ്യം വിഷയങ്ങൾ മാറ്റിക്കളഞ്ഞു. പക്ഷെ അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി ഒരു പരിഹാരം വരുത്തിയില്ലെങ്കിൽ നാളെ ഇതെനിക്ക് ഒരു കെണിയായി വരും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഞാൻ ഈ വിഷയത്തിനൊരു പരിഹാരം വരുത്തി കൊടുക്കും. ഓർക്കണമേ, ആ ഭാഗം വായിക്കുമ്പോൾ നമ്മളെ വളരെ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. അനീതിയുള്ള ന്യായാധിപൻ ഇത് പറഞ്ഞെങ്കിൽ, അനീതിയുള്ള ന്യായാധിപൻ പറയാണ്, ഞാൻ ആ വിഷയത്തിനൊരു പരിഹാരം വരുത്തി കൊടുക്കും എന്ന് അസഹ്യപ്പെടുത്തിയപ്പോൾ അങ്ങനെ പറഞ്ഞു എങ്കിൽ, നീതിമാനായ, നീതിയുള്ള, വിശ്വസ്തനായ, നമ്മളെ കാൽവരിയിൽ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി നമ്മളെ വിലയ്ക്ക് വാങ്ങിയ
നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിഷയമായിട്ട് നമ്മൾ വന്നാൽ നമുക്കൊരിക്കലും മറുപടിയില്ലാതെ പോകത്തില്ല. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കരയാതെ നിന്റെ ശബ്ദവും കണ്ണീർ വാർക്കാതെ നിന്റെ കണ്ണും അടയിക്കൊള്ളുക, നിന്റെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. ഇതൊരു വാഗ്ദത്തമാണ്. വാഗ്ദത്തം ദൈവജനത്തിനാണ്, വാഗ്ദത്തം ദൈവമക്കൾക്കാണ്. ഇത് ശ്രദ്ധിക്കുന്നവർ, ഇത് കേൾക്കുന്നവരോട് ദൈവം ഒരു ദൂത് പറയുകയാണ്: കരയാതെ നിന്റെ ശബ്ദവും കണ്ണീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. അനീതിയുള്ള ഒരു ന്യായാധിപൻ്റെ അടുക്കൽ ഒരു സ്ത്രീ ചെന്ന് അവളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അവൾക്ക് മറുപടി കിട്ടിയെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജനത്തിനോട് പറയുകയാണ്: നീ കരയുന്നു എങ്കിലും നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നീ ആ പ്രാർത്ഥനയുടെ മറുപടി കണ്ട് ഉല്ലസിക്കാൻ പോകുകയാണ്, സന്തോഷിക്കാൻ പോകുകയാണ്, ദൈവസന്നിധിയിൽ ആനന്ദിക്കാൻ പോകുകയാണ്. ഇതൊരു വാഗ്ദത്തമാണ്. ഇന്ന് സന്ധ്യായാമത്തിൽ നിങ്ങളൊരു പക്ഷെങ്കിൽ ആത്മീയ വിഷയമാകാം, ഭൗതിക വിഷയമാകാം, ശാരീരിക വിഷയമാകാം, മാനസിക വിഷയമാകാം, വിഷയങ്ങൾ എന്തും ആകട്ടെ, ജോലി ചെയ്യുന്ന മേഖലകളിലാകാം, ഭവനത്തിലെ വിഷയങ്ങളാകാം, നാട്ടിലെ വിഷയങ്ങളാകാം, വിദേശ രാജ്യങ്ങളിലെ വിഷയങ്ങളാകാം, തലമുറയുടെ വിഷയങ്ങളാകാം, നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗമെന്ന വിഷയമാകാം, ഭൗതികമായിട്ടുള്ള ഏത് പ്രയാസങ്ങളാകട്ടെ, വചനം നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവനോട് പറയുകയാണ്, കരയുന്നവനോട് പറയുകയാണ്, ഉപവസിക്കുന്നവനോട് പറയുകയാണ്: വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കരയാതെ നിന്റെ ശബ്ദം, കണ്ണീർ വാർക്കാൻ നിന്റെ കണ്ണു അടക്കിക്കൊള്ളുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ കൈയടിക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ആരാധനയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഉപവാസത്തിന് പ്രതിഫലമുണ്ട്. നീ ഏതെല്ലാം വിഷയത്തിൽ ഞരങ്ങുന്നുവോ, നീ ഏതെല്ലാം വിഷയം അത് നിന്റെ ശുശ്രൂഷകനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, നീ ഏതെല്ലാം വിഷയം റോസ് ഫാമിലിയിൽ പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ടോ, അതിനെല്ലാം മറുപടി തരാം എന്നാണ് ദൈവം ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസം വേണം, പ്രാർത്ഥിക്കാൻ വിഷയം പറയുന്നവർക്ക് വിശ്വാസം വേണം. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയം നമ്മൾ വെറുതെ പറയുകയല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പ്രൈസ് ദി ലോർഡ്. വെറുതെ അല്ല നാം ഒരു വിഷയം പ്രാർത്ഥിക്കുന്നത്. അനേക വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന അനേക സാഹചര്യങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനേകരും പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ, അടുത്ത മാസം വരുമ്പോൾ, ചില ആഴ്ചകൾ കഴിയുമ്പോൾ, സ്തോത്രം, ആ പ്രാർത്ഥനയുടെ മറുപടി അത് അറിയുവാനിടയായിട്ടുണ്ട്, കേൾക്കുവാനിടയായിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കരയാൻ തയ്യാറായാൽ പ്രവർത്തിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് ഈ സന്ധ്യായാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരുടെ അടുവിൽ ഉണ്ട്. അവൻ്റെ കാലച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ട്, അവൻ്റെ കരം നിങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവർക്ക് വേണ്ടി, കരയുന്നവർക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവൻ മതിയായ ദൈവം തന്നെയാണ്. സ്തോത്രം. മാത്രമല്ല, നെഹമ്യാവിൻ്റെ ചരിത്രവും നമ്മൾ പഠിക്കുമ്പോൾ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു, കരയുന്ന മനുഷ്യനായിരുന്നു, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. നെഹമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കുറേ നാളുകളായി, ഒന്നും രണ്ടും ആഴ്ചയല്ല, ചില മാസങ്ങളാകാം, ചില വർഷങ്ങളാകാം, ചിലപ്പോൾ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇവിടെ വായിച്ചാൽ കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. കുറേ നാൾ വേദനപ്പെട്ടു, ഭാരപ്പെട്ടു, പഞ്ചായത്തുകൾ കയറി ഇറങ്ങിയെന്നല്ല, പലയിടത്തും അപേക്ഷ കൊടുത്തുകൊണ്ട് നടന്നു എന്നുള്ളതല്ല, പല ആളുകളോട് പറഞ്ഞു എന്നല്ല, പ്രാപ്തന്മാരെ കണ്ടുപിടിച്ചു എന്നല്ല, ദേശത്തെ അറിയപ്പെടുന്ന ആരോഗ്യമുള്ളവരെ കണ്ടു എന്നുള്ളതല്ല. ആ നെഹമ്യാവ് ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചിലപ്പോൾ ചില വിഷയങ്ങൾ നീണ്ടുപോയേക്കാം, ചില വിഷയങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടും, ചിലത് മാസങ്ങളെടുക്കും, ചില വർഷങ്ങളെടുക്കും, ചിലപ്പോൾ ആഴ്ചയെടുക്കും. വർഷങ്ങൾ പലത് കഴിഞ്ഞാലും അത് പ്രാർത്ഥിക്കുന്നവൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. പെട്ടെന്ന് മറുപടി കിട്ടിയാലും പ്രാർത്ഥിക്കുന്നവൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. ചില വിഷയങ്ങൾ മറുപടി ലഭിച്ചില്ലെങ്കിലും ഓർത്തോണം, നമ്മുടെ നന്മയ്ക്കാണ്. അപ്പം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി
ദൈവസ്ഥലിൽ വെച്ച വിഷയം കാലപരിധി നോക്കരുത്. എത്ര വൈകിയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ ദർശനത്തിന് ഒരു അവധിയുണ്ട്. അത് സമാപ്തിയിലേക്ക് എത്തപ്പെടുകയാണ്. അത് വരും നിശ്ചയം എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. കാരണം നെഹമ്യാവിൻ്റെ മുൻപിൽ കിടക്കുന്ന വിഷയം വലിയ 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 വിഷയമാണ്. ഇടിഞ്ഞു കിടക്കുന്ന വിഷയം, വെന്ത് ചാമ്പലായിപ്പോയ വിഷയം എന്ന് പറഞ്ഞാൽ കത്തി നശിച്ച വിഷയം, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിഷയം കൺമുമ്പിൽ കത്തി നശിച്ചു കിടക്കുകയാണ്. മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. ആർക്കും പ്രവേശിക്കാൻ കഴിയാതെ, ആർക്കും ചെല്ലാൻ കഴിയാതെ, ആർക്കും പണിതെടുക്കാൻ കഴിയാത്ത നിലകളിൽ തകർന്ന വിഷയം ഈ നെഹമ്യാവ് കാണുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ശത്രു ഇടിച്ചു കളഞ്ഞ, അല്ലെങ്കിൽ പാരമ്പര്യം തകർത്തു കളഞ്ഞ ചില ശാപം കെട്ട വിഷയമാകാം ഒരുപക്ഷെങ്കിൽ സ്വന്തക്കാരാകാം, ചാർച്ചക്കാരാകാം, അല്ലെങ്കിൽ കയ്യബദ്ധമാകാം, ബുദ്ധിമോശത്താൽ സംഭവിച്ചതാകാം. എന്തുമാകട്ടെ, ചില ഇടിഞ്ഞു കിടക്കുന്ന, ഉടഞ്ഞുപോയ, പട്ടുപോയ, ആർക്കും പണിതെടുക്കാൻ കഴിയത്തില്ലെന്ന് നമ്മളോട് പലരും പറഞ്ഞ പല വിഷയങ്ങൾ, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനിയൊരു പുരോഗമനം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് വിധി കൽപ്പിച്ച വിഷയം നിങ്ങളുടെ കൺമുൻപിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോട് പറയട്ടെ, നിങ്ങൾ ഉപവസിക്കാനും കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറായ, സ്തോത്രം, ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ അതെ പണിയുവാനായിട്ടിടയാകും. സ്തോത്രം. അതിന് ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ, കത്തിച്ചാമ്പലായ ചില മണ്ഡലങ്ങളെ പണിതെടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഉദ്ദേശിക്കുകയാണ്. സ്തോത്ര പ്രൈസലോടെ. നമുക്കറിയാം, ചിക്കാഗോ പട്ടണം ഒരു കാലത്ത് കത്തി നശിച്ച് വെന്ത് ഉരുകിപ്പോയി. എല്ലാവരും പറഞ്ഞു ഇനി പട്ടണം നശിച്ചു പോയി എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മനുഷ്യൻ പറഞ്ഞു അങ്ങനല്ല, അത് ഞാനൊരു പട്ടണം ഞാനതിനെ ആക്കും, അവിടെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കും, വലിയ മനോഹരമായ ബിൽഡിങ്ങുകൾ അവിടെ പണിതുയർത്തും. ഇന്ന് ചിക്കാഗോ പട്ടണം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു പട്ടണമാണ്, മനോഹരമായ ഒരു പട്ടണമാണ്. എന്താ കാര്യം? അത് കത്തി നശിച്ചെങ്കിലും അതിനെ പണിതെടുക്കാനായി ചിലർ തയ്യാറായി. ഇന്ന് പകൽക്കാലം ഈ ലൈവിലൂടെ പ്രൈസ് ദി ലോർഡ് ശ്രദ്ധിക്കുന്ന എൻ്റെ ദൈവമക്കളെ, സ്തോത്രം, ശത്രു നശിപ്പിച്ചതിനെ 2021 നിന്റെ പ്രാർത്ഥന കൊണ്ട്, നിന്റെ ഉപവാസം കൊണ്ട്, നിന്റെ കണ്ണുനീരിന് കൊണ്ട് അതിനെ പണിതെടുപ്പിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ലഭിച്ച അരമണിക്കൂർ ഇനിയും 5 മിനിറ്റൂടെ മുൻപിൽ മാത്രമേ ഉള്ളൂ. അല്പം കൂടി സമയമെടുത്തോളാൻ വാത്സല്യ സഹോദരി പറഞ്ഞെങ്കിലും തുടർമാനമായി പ്രാർത്ഥനകൾ നടക്കുന്നല്ലോ. വരും ദിവസങ്ങളിൽ അവസരമുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗങ്ങൾ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അധികം കേൾക്കുന്നതിനേക്കാൾ കേട്ട വചനം ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട്, സ്തോത്രം, യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനി നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അവന് നിശ്ചയമായി കരുണ തോന്നും. കാരണം കുറേ നാൾ ആണ്ടുകൾ കരഞ്ഞും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരുന്ന നെഹമ്യാവ് ചില പണികൾ ചെയ്തെടുക്കുവാൻ ദൈവം നെഹമ്യാവിനെ ബലപ്പെടുത്തി എങ്കിൽ, സ്തോത്രം, ഇന്ന് പകൽക്കാലം സൻബല്ലത്തും തോബിയാവും ചില ശത്രുക്കൾ ചില തന്ത്രങ്ങൾ മെനഞ്ഞാലും, ചിലർ നിന്നെ ഉടയ്ക്കാൻ നോക്കിയാലും, പ്രൈസ് ദി ലോർഡ്, ആരെല്ലാം നിന്നെ വിധി കൽപ്പിച്ചാലും, നടക്കത്തില്ല എന്ന് നിന്നെ നോക്കി ആര് എന്തെല്ലാം കൽപ്പിച്ചാലും, ഇന്ന് പകൽക്കാലം ഈ ലൈവിലൂടെ അത് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന, ഇത് എത്ര നാൾ ഈ ലൈവിൽ കിടന്ന് ആരെല്ലാം ദൈവജനം കേട്ടാലും ഞാൻ നിങ്ങളോടായിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, നീണ്ട പഴകിയ വിഷയങ്ങൾ, ഡോക്ടർ തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ, നാട്ടുകാർ എഴുതി തള്ളിയ വിഷയങ്ങൾ, കൂട്ടുകാർ ഉപേക്ഷിച്ച വിഷയങ്ങൾ, നിന്റെ ഭവനത്തിൽ നിന്നും നിന്നെ പുറത്താക്കിയ വിഷയങ്ങളാകട്ടെ, അതിനെ പണിതെടുക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് അത് കഴിയും എന്ന വചനത്തിൽ വായിക്കുകയാണ്. കരയാൻ തയ്യാറായാൽ, പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, ഉപവസിപ്പാൻ തയ്യാറായാൽ, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തെ ബോധിപ്പിച്ച് കരയും. സങ്കടം ബോധിപ്പിക്കുന്നത് ആരോടാണ്? പ്രൈസ് ദി ലോർഡ്. നിനക്ക് സങ്കടമുണ്ട്, നിനക്ക് കണ്ണുനീരുണ്ട്. നിന്റെ സങ്കടം കേൾക്കാൻ ഒരുവൻ നിന്റെ മുൻപിലുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ നാളുകളായി പ്രാർത്ഥിക്കുകയും നാളുകളായി വേദനപ്പെടുകയും നാളുകളായി വ്യാകുലപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്, ഇനിയും നിങ്ങൾ
വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന ആളുകളിൽ നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ കരുണ തോന്നുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കണ്ണുനീരോടും നിലവിളിയോടും കൂടെ ആയിരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളും ദൈവം ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. അവസരം നൽകി തന്ന കർത്താവിൻ്റെ ദാസിയോടും ആ പ്രവർത്തനത്തോടും അതിൽ പങ്കാളികളായ എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്.